നമസ്കാരം, ഞാൻ ഡോക്ടർ അമിത ഷെരീഫ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, ദയ ഹോസ്പിറ്റൽ, തൃശ്ശൂർ. കുറേ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ, ക്യാൻസർ നിർണ്ണയിക്കാൻ ബയോപ്സിയുടെ ആവശ്യകതയുണ്ടോ? അതേപോലെ തന്നെ ബയോപ്സി എടുക്കുമ്പോൾ ക്യാൻസർ സ്പ്രെഡ് ചെയ്യാനുള്ള റിസ്ക് ഉണ്ടോ എന്നുള്ളത്. എന്നാൽ ഏതൊരു ക്യാൻസർ റിലേറ്റഡ് ചികിത്സ, അതായത് കീമോതെറാപ്പി ആയാലും റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ആയാലും, ഇത് തുടങ്ങുന്നതിന് മുൻപ് ബയോപ്സി എടുത്ത് ക്യാൻസർ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ചികിത്സകൾ തുടങ്ങാവുള്ളൂ. തിരുവനന്തപുരം RCCയിൽ എൻ്റെ ഓങ്കോളജി പഠനകാലത്ത് എനിക്ക് ഇത് സംബന്ധമായിട്ടുണ്ടായ ഒരു ചെറിയ അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 30-35 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ OPയിലോട്ട് വരികയുണ്ടായി. അദ്ദേഹത്തിന് കാല് രണ്ടുകളും ബലക്കുറവ് മൂലം നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ട്രോളിയിലായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പോൾ പ്രാഥമികമായി അദ്ദേഹം അടുത്തുള്ള ആശുപത്രിയിൽ നിന്നും ഒരു MRI സ്പൈൻ എടുക്കുകയും അതിൽ നട്ടലിൻ്റെ ഭാഗത്ത് ഒരു തടിപ്പുണ്ടതുമായി കണ്ടെത്തിയിരുന്നു. ആ തടിപ്പിൽ നിന്നും അദ്ദേഹം പുറത്തുനിന്ന് ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു FNACയുടെ സ്ലൈഡുമായിട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. അപ്പോൾ ആ സ്ലൈഡ് ഒരു പത്തോളജിസ്റ്റ് പരിശോധിച്ച് ഒരു ഹിസ്റ്റോപത്തോളജി റിപ്പോർട്ട് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു റെഫറൻസ് ലെറ്റർ ഉണ്ടായിരുന്നു, റെഫേർഡ് ഫോർ എമർജൻസി റേഡിയേഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ റേഡിയേഷൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ സ്ലൈഡുമായിട്ട് പത്തോളജി ഡോക്ടറെ, RCCയിലെ പത്തോളജി ഡോക്ടറെ കാണുകയും ആ പത്തോളജി ഡോക്ടർ സ്ലൈഡ് നോക്കിക്കൊണ്ട് ഇത് ക്യാൻസർ അല്ലെന്നും ഇത് TB എന്ന രോഗം സ്പൈനിനെ ബാധിച്ചതാണോ എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പേഷ്യൻറ്റിനെ അടുത്തുള്ള TB സെൻറ്ററിൽ, അതായത് ചെസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയും ട്യൂബർക്കുലോസിസ് സംബന്ധമായിട്ടുള്ള ചികിത്സ കൊടുക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണമായി അസുഖം മാറുകയും ഉണ്ടായി. അപ്പോൾ ക്യാൻസർ എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതിൽ ഒന്ന് വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ട്യൂബർക്കുലോസിസ്. ഈ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന അസുഖം ശരീരത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിൽ വരാം. ഈവൻ അത് വയറിൽ വരികയാണെങ്കിൽ അത് സ്ത്രീകളിലൂടെ അണ്ഡാശയത്തിൽ വരുന്ന ക്യാൻസറായിട്ട് അത് മിമിക് ചെയ്യാം. അത്തരത്തിലുള്ള പലതരം രോഗങ്ങളുണ്ട്. നമ്മൾ ഹെഡ് ആൻഡ് നെക്ക് ഭാഗത്ത് വരുന്ന ഒരു മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയുന്ന തികച്ചും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ക്യാൻസർ പോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ക്യാൻസർ ആണെന്ന്, ഒരു തടിപ്പിനെ ക്യാൻസർ ആണെന്ന് നമ്മൾ തന്നെ തീർച്ചപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു ബയോപ്സി എടുത്ത് അത് ക്യാൻസർ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള കീമോതെറാപ്പിയോ റേഡിയേഷൻ തെറാപ്പിയോ മറ്റ് ടാർഗറ്റഡ് തെറാപ്പിയോ സ്റ്റാർട്ട് ചെയ്യാൻ പാടുകയുള്ളൂ.